സാൽമിയ സോൺ ഗ്രൂപ്പ്സ് അവതരിപ്പിക്കുന്ന നാടകം മാനസാന്തരം. രചന ജോസഫ് എം എ, പിയാനോ പരിമളം മനോജ്. കലാസ്നേഹികളെ, അടുത്ത ബെല്ലോടുകൂടി നാടകം ആരംഭിക്കുന്നു. എടാ ഉമ്മച്ചോ, ഉമ്മച്ചോ, ഇവൻ എവിടെ പോയി കിടക്കുക? എന്താ അച്ചായ, ഒന്ന് വേഗം പറ. ഇപ്പോൾ ഒരു തകർപ്പൻ സീരിയലുണ്ട്. എന്തോ സീരിയൽ? നീ ആ ചാനലൊന്ന് മാറ്റിക്കേ, ആ ബെഡായി ബംഗ്ലാവ് തുടങ്ങിയോ നോക്കിക്കേ. അച്ചായ, ഇപ്പോൾ ബെഡായി ബംഗ്ലാവ് ഒന്നുമില്ല. കോമഡി ഷോ വെച്ചാ പോരെ? എന്നിട്ട് വേണം ഇവിടുത്തെ അവള് എന്നോട് വഴക്ക് പിടിക്കാൻ. മണി 6 കഴിഞ്ഞില്ല. ദേവയാസംഗം കഴിഞ്ഞു. കൊച്ചമ്മ ഇതുവരെ വന്നില്ലല്ലോ. ആ, അവളുടെ ഒരു സേവ്യാസംഗം. അച്ഛന്റെ പ്രസംഗം ശരിക്കും ഒന്ന് കേട്ടിരുന്നെങ്കിൽ ഇവിടുമാരൊക്കെ എന്നേ മാനസാന്തരപ്പെട്ടേന്. ചുമ്മാതെ വല്ലവരുടെയും കൊതിയും നുണയും കുശുമ്പും ഒക്കെ പറഞ്ഞ് അവിടെ ഒക്കെ സമയം കളയായിരിക്കും. എന്നാലും അച്ചായ, അങ്ങനെ ഒന്നും പറയില്ല. കൊച്ചമ്മയുടെ ആ പ്രാർത്ഥന കേട്ടാൽ ആരും ശ്രദ്ധിച്ചിരുന്ന് കരഞ്ഞു പോകും. നീ വാചകമടി ഒന്ന് നിർത്ത. നീ പോയി കട്ട ഇട്ടോ. ഇയാളുടെ ഒരു കാപ്പി കൂടി. എന്താടാ നീ വല്ലതും പറഞ്ഞോ? ഓ, വെള്ളം ചൂടാക്കണമെന്ന് പറഞ്ഞതാണ്. നീ നീ എവിടെയായിരുന്നുടി? എന്താ ഇത്ര താമസിച്ചത്? ഞാൻ സേവ്യാ സംഘത്തിന് പോയതാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ മനുഷ്യ? നീയും നിന്റെ ഒരു സേവ്യാ സംഘവും. അച്ചായ, ഇന്ന് അച്ഛന്റെ പ്രസംഗം എന്നോട് സംസാരിച്ചതുപോലെ തന്നെയായിരുന്നു. എനിക്ക് വേണ്ടി മാത്രം. എന്താ നീ ഒറ്റയ്ക്ക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ അവിടെ? നോക്കിക്കേ, എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. നിങ്ങളുടെ ഒടുക്കത്തെ ഒരു TV കാഴ്ച. നിങ്ങൾ ഈ കാണുന്ന സീരിയലില് നിത്യതയ്ക്ക് ഉതകുന്ന എന്തെങ്കിലും ഉണ്ടോ? എപ്പോഴും TV. പിന്നെ ഈ സന്ധ്യക്ക് ഞാൻ എന്തോ എടുക്കണമെന്നാ നീ പറയുന്നത്? ആ വേദപുസ്തകം എടുത്തൊന്നു ഉറക്ക വായിച്ചുകൂടെ? നോക്കിക്കേ, അപ്പുറത്തെ മത്തായിച്ചേട്ടനോ ഉറക്ക പ്രാർത്ഥിക്കുകയും വേദപുസ്തകം വായിക്കുകയും ഒക്കെ ചെയ്യുന്നത് കേൾക്കുന്നില്ലേ? എന്തോ ഒരു ഭക്തിയുള്ള മനുഷ്യനാണ് അദ്ദേഹം. അതുകൊണ്ട് അയാൾ ഒന്നിനൊന്ന് ബിസിനസ്സിൽ മുന്നേറുന്നത്. അല്ല, ഇവിടെ ദൈവകൃപയാൽ എന്താടി ഒരു കുഴപ്പം? എന്റെ അലക്സ് മോൻ അമേരിക്കയിലുള്ളപ്പോൾ ഞാൻ കൂടുതൽ എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? എന്നാലും എൻ്റെ അച്ചായ, പ്രാർത്ഥനയുള്ളൊരു ജീവിതം അതാണ് ലോകത്തിൽ ലഭിക്കാവുന്ന സൗഭാഗ്യ ജീവിതം. പിന്നെടി, അലക്സ് മോൻ നാളെ കഴിഞ്ഞ് ഇങ്ങ വരുന്ന വിവരം നിനക്കറിയാമോ? ഈ വീടൊക്കെ നല്ലവണ്ണം ഒന്ന് വൃത്തിയാക്കണം. അവന്റെ ഭാര്യയ്ക്ക് ഇവിടുത്തെ പൊടിയും ചുക്കലിയും ഒന്നും ഇഷ്ടമല്ല, നിനക്കറിയാമല്ലോ. എന്തായാലും നമുക്ക് വീടൊക്കെ ഒന്ന് ശരിയാക്കണം.
അവൻ വന്നിട്ട് വേണം ബാക്കി പണികളൊക്കെ ഒന്ന് നടത്താൻ. എന്താണ് ഈ അസമയത്ത് അച്ചായന് കാപ്പി കൊടുക്കുന്നത്? ചുമ്മാതല്ല, ഇവിടെ കാപ്പിപ്പൊടി പച്ചസാരയും പെട്ടെന്നങ്ങ് തീരുന്നത്. ഈ കൊച്ചമ്മയെ കൊണ്ട് ഞാൻ തോറ്റു. ഇതിനൊക്കെ എന്ത് കണക്ക് പറയാനിരിക്കുന്നു? ഇനി മകനും മരുമകളും കൊച്ചുമോനും ഒക്കെ അമേരിക്കയിൽ നിന്ന് വരാൻ പോവുക. അപ്പോൾ ഇവിടുത്തെ ചെലവ് എവിടെ ചെന്ന് നിൽക്കുമോ നമുക്ക് നോക്കാം. എടാ, അവര് വരുമ്പോ ചെലവൊക്കെ മോൻ തന്നെ അങ്ങ് നോക്കിക്കോളും. നീ അതിനെ കുറിച്ചൊന്നും ബേജാറാവണ്ട. എടി, നിന്റെ സേവ്യാ സംഘത്തിൽ ഇന്ന് പ്രത്യേക വിശേഷവും ന്യൂസും ഒന്നും ഇല്ലയോ? ആ, ചിലപ്പോൾ ഇടവ മിഷൻകാരും സേവ്യാ സംഘവും കൂടെ ചേർന്ന് ഒരു ഭവന സന്ദർശനം ഉണ്ടെന്ന് പറയുന്നു കേട്ടു. ഇപ്പോൾ അവര് വരാൻ സാധ്യതയുണ്ട്. നിങ്ങളൊന്ന് പോയി വൃത്തിയായിട്ടിരിക്കണം. ഇങ്ങനെ കണ്ടാല് എനിക്കാ നാണം കേട്. അത് സാരമില്ല, അവർക്ക് വരട്ടെ. അച്ചായ, ആ സീരിയലിന്റെ സമയം പോകുന്നു. പെട്ടെന്ന് ചാനലൊന്ന് മാറ്റിക്കേ. എല്ലാവർക്കും നമസ്കാരം. ഒരു പുതുമയില്ലാത്ത എപ്പിസോഡിലേക്ക് ഏവർക്കും ചെന്ന് കഥ തുറന്ന് നോക്കടാ, ആരാണ്? അച്ചായോ, പിരിവുകാരാണേ. ആ അച്ചായു, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പിന്നെ ഇപ്പോൾ പള്ളിയിലൊന്നും കാണുന്നില്ലല്ലോ. എന്താ വല്ല സ്വതന്ത്ര സഭയിൽ വല്ലതും ചേർന്നു? എന്റെ സഹോദര, ഒരു സ്വതന്ത്ര സഭയിലും പോകുന്നില്ല. പള്ളിയിൽ വരാൻ ഒട്ടും സമയവും കിട്ടുന്നില്ല. അതെന്താ? അച്ചായന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ, പിന്നെ പള്ളിയിൽ വന്നുകൂടെ? തന്നെയുമല്ല, ഇപ്പോഴത്തെ നമ്മുടെ അച്ഛന്റെ പ്രസംഗം കേൾക്കേണ്ടത് തന്നെയാ. എന്തോ കിടിലൻ പ്രസംഗമാ. ഉമ്മച്ച, കൊച്ചമ്മ എന്തിയെ? കൊച്ചമ്മ അകത്തുണ്ട്, ഇപ്പോൾ വിളിക്കാം. സഹോദര, എനിക്ക് ഈ പള്ളിയും അതിന്റെ പരിപാടിയൊന്നും അത്ര ഇഷ്ടമുള്ള കൂട്ടത്തിലല്ല. ഞാൻ പണ്ട് അങ്ങ് ടിബറ്റൻ ബോർഡിൽ ആയിരുന്നപ്പോൾ ഒരു കൂട്ടായ്മയ്ക്കൊക്കെ പോകുമായിരുന്നു. അവിടെ എന്തോ പറഞ്ഞാലും ടിബറ്റൻ ബോർഡർ. അത് പിന്നെ ഈ ടിബറ്റൻ ബോർഡർ എന്ന് പറഞ്ഞാൽ മതി മതി, ഇതേ കൊച്ചമ്മ വരുന്നു. ആ, നിങ്ങൾ ഇങ്ങ് എത്തിയോ? ഞാൻ ഇവിടുത്തെ അച്ചായനോട് ഇപ്പൊ പറഞ്ഞ് നാക്ക് വായിലിട്ടതേ ഉള്ളൂ. ഇടവപക്ഷക്കാര് സേവ്യാ സംഘവും ചിലപ്പോ ഭവന സന്ദർശനത്തിനായി വരുമെന്ന്. ആ, നിങ്ങൾ ഇരിക്കാൻ. എടാ ഉമ്മച്ച, 3 പേർക്ക് മധുരമില്ലാത്ത ചായ കൊണ്ടുപോടാ. ആ, ഇനി എനിക്ക് പണിയായി. എന്താടാ, നീ വല്ലതും പറഞ്ഞു? ഒന്നും പറഞ്ഞില്ലേ? പിന്നെ ജോർജ് കുട്ടി, അപ്പോഴീ ഇടവക മിഷന്റെ പരിപാടിയൊക്കെ എങ്ങനെ നടക്കുന്നു? അത് പിന്നെ പറയണോ അച്ചായ? കഴിഞ്ഞ മാസം ചടങ്ങിന് വേണ്ടി ഉപവാസ പ്രാർത്ഥന നടത്തി, ബൈബിൾ ക്ലാസ് നടത്തി. പക്ഷേ ജനത്തിന് ബൈബിൾ പിടികിട്ടണ്ടേ? എവിടെ? അച്ചായ, ഞങ്ങൾ സേവിക സംഘവും ഒത്തിരി പരിപാടി നടത്തുന്നുണ്ട്. എന്റെ സഹോദരങ്ങളെ, ഇതൊക്കെ ചടങ്ങിന് നടത്തിയാൽ എന്താ പ്രയോജനം? പരിപാടികൾ കൃത്യസമയത്ത് നടത്തിയില്ലെങ്കിൽ സഭാജനം എന്ത് വിചാരിക്കും? പ്രത്യേകിച്ച് നമ്മുടെ അച്ഛൻ എല്ലാ കാര്യങ്ങളും തക്ക സമയത്ത് നടത്തിയിരിക്കണമെന്ന് വളരെ നിർബന്ധമാണ്. അല്ല, നിങ്ങൾ വന്ന കാര്യം ഒന്ന് പറഞ്ഞു. പ്രത്യേകിച്ച് നമ്മുടെ സേവ്യാ സംഘത്തിന്റെ പിക്നിക്കിനെ കുറിച്ച്. ഈ അച്ചായൻ എന്നെ വിടത്തില്ലെന്നാ പറയുന്നേ. അച്ചായ, അടുത്ത ആഴ്ച നമ്മുടെ സേവിക സംഘം ഒരു പിക്നിക്കിന് പോകുന്നുണ്ട്.
അതിന് കൊച്ചമ്മ മാത്രമല്ല അച്ചായനും വരണം. അത് കൊള്ളാം. ആ, അങ്ങനെ കാശ് ചിലവിലുള്ള പരിപാടിക്കൊന്നും ഞങ്ങൾ പോകാറില്ല. അല്ല മോളെ, നിന്റെ കയ്യിലെന്താ ഒരു കുടുക്കിരിക്കുന്നത്? എന്തുവാ അച്ചായ, ഇത് കുടുക്കയല്ല, ഡെപ്പിപ്പിരിവിനുള്ള ഡെപ്പിയാണ്. എടാ ഉമ്മച്ചു, ഈ ഡെപ്പി കൂടി വാങ്ങിച്ച് ബാക്കിയുള്ള ഡെപ്പിയുടെ കൂടെ കൊണ്ട് വെക്കടാ. വല്ല ആക്രിക്കാരനും കൊടുത്ത് പൈസ വാങ്ങിക്കാം. എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ അച്ഛാ. അപ്പൊ നിങ്ങൾ ഇറങ്ങുവാണോ? അയ്യോ, ചായ കുടിച്ചില്ലല്ലോ. എടാ ഉമ്മച്ചാ, ഉമ്മച്ചാ, ചായ എടുത്തില്ലടാ. കൊച്ചമ്മേ, ഞങ്ങൾക്കിപ്പം ചായയൊന്നും വേണ്ട. ഇനിയും വീടുകൾ കയറാറുണ്ട്, അവിടെ പോയി ഞങ്ങൾ കുടിച്ചോടാം. എങ്കിൽ ശരി ജോർജ് കുട്ടി, പിന്നെ കാണാം. എടാ ഉമ്മച്ചു, ഉമ്മച്ചു. ആ വരുന്നേ, ഒന്ന് കിടക്കാൻ പോലും സമ്മതിക്കത്തില്ല. എടാ, നമുക്ക് ആ പനയനാക്കാവിലെ ഉത്സവത്തിനൊന്ന് പോയാലോ? അച്ചായ, ഈ കാവിനൊന്നും പോകണ്ട. വല്ല യക്ഷിയോ പ്രേതമൊക്കെ ഉണ്ടെങ്കിൽ പോയി കുരിശ് വരച്ച് കിടന്നുറങ്ങാന്നോ? നിനക്ക് എന്താ പേടിയാണോടാ? അത് എന്റെ കൂടെ വരുന്നതിന്? എടാ, നിനക്കറിയാമോ, ഞാൻ പണ്ട് പട്ടാളത്തിലായിരുന്നപ്പോൾ ടിബറ്റിൽ കൂടി രാത്രി 12 മണിക്ക് ഒറ്റയ്ക്ക് നടന്നിട്ടുള്ളതാണ്. നിനക്കറിയാമോ? എന്നിട്ട് വല്ലതും കണ്ടു പറ്റാൻ? വല്ല ഭയാനകമായ എന്തെങ്കിലും? അവിടെ ഞാൻ കണ്ടടാ, വെള്ളിത്താലവും പിടിച്ച് കാലിൽ ചിലങ്കയും അണിഞ്ഞ് പട്ടുസാരിയും ഉടുത്ത്. എന്റെ ദൈവമേ, അത് വടയക്ഷി തന്നെ. ഒന്നുകൂടാ, ഒരു യക്ഷയുമല്ല, അതൊരു നേപ്പാളി പെണ്ണായിരുന്നടാ. ആശ്വാസം. എന്നിട്ട് അച്ഛൻ അവളെ പ്രേമിച്ചു? ഒന്ന് മിണ്ടാതിരി. അവളെങ്ങാനും കേട്ടാൽ എന്റെ കാര്യം പോക്കാം. ആ, അച്ഛൻ ഇത്രയൊക്കെ ധൈര്യമുണ്ടെങ്കിൽ പിന്നെ എനിക്കെന്നെ കുഴപ്പം? നമുക്ക് ഉത്സവത്തിന് പോകാം. എങ്കിൽ നീ ആ റാത്തലെടുത്തൊന്ന് ഒന്നൊന്ന് വൃത്തിയാക്കിക്കേ. പിന്നെ അവൾ ഉറങ്ങിയിട്ട് വേണം കേട്ടോ. കൊച്ചമ്മ എപ്പോഴേ ഉറങ്ങി. അതാ ആ കൂർക്കമ്മലിയുടെ ശബ്ദം കേട്ടാൽ അറിയത്തില്ലേ? ആ പഴയ ബെഡ്ഫോർഡ് എഞ്ചിന് വലിക്കുന്നത് പോലെ. എങ്കിൽ നീ പുഴ കൂട്ടിക്കും, നമുക്ക് പോകാം. ഉമ്മച്ച, ആ മഫ്ലർ കൂടെ എടുക്കേണ്ടതായിരുന്നു. ചെറിയ തണുപ്പുണ്ട്. അതിനെന്തിനാ ചായ മഫ്ളർ? കൊടുത്തിരിക്കുന്ന ഈ മുണ്ടൂരി കഴുത്തി ചുറ്റിയാ പോലെ. നടന്ന് ക്ഷീണിച്ചു. ഇനിയും ഇവിടെ ഇരുന്ന് അല്പം വിശ്രമിച്ചിട്ട് പോകാം. അവിടെ കാണുന്ന മലയുടെ താഴ്വരയിൽ
ഒരു പെണ്ണ് പണ്ട് തൂങ്ങിച്ചു. ഞാൻ പണ്ട് ടിബറ്റൻ ബോർഡിൽ പിന്നെയും ടിബറ്റൻ ബോർഡർ ഒന്ന് കാണാം. എങ്കിൽ നമുക്ക് പോകാം. അച്ചായോ ചിലക്കയുടെ ശബ്ദമാണോടാ? എന്തിനാടാ ഈ രാത്രിയിൽ ചുണ്ണാമ്പ്? വേണേ പാക്ക് തരാം. അച്ചായോ, ദാ അവിടെ നിൽക്കുന്ന രൂപത്തെ കണ്ടോ? അയ്യോ, എന്താടാ അത്? അച്ചായോ, അത് രക്ഷിതാവേ. ഇത് കൊള്ളാലോ. നിങ്ങളെന്താ പെണ്ണുങ്ങളെ ഒന്നും കണ്ടിട്ട്? അച്ചായ കയ്യിൽ മൊബൈലുണ്ടോ? അത് പിന്നെ നീ യക്ഷികൾ മൊബൈലിൽ സംസാരിക്കാൻ തുടങ്ങിയോ? അച്ചായൻ എന്നെ അറിയത്തില്ലേ? ഞാൻ റോസമ്മ, കൊച്ചുപുരയ്ക്കലെ മത്തായുടെ മകൾ റോസമ്മ. എനിക്കൊന്ന് വീട്ടിൽ വിളിക്കണമായിരുന്നു. നീ ആയിരുന്നോ മോളെ? ഈ രാത്രി നീ എവിടെ പോയി? അച്ചായൻ ഈ സാരി കണ്ടിട്ടാണ് പേടിച്ചത്. ഞാൻ ക്രിസ്മസ് കരോൾ കഴിഞ്ഞ് വരികയാണ്. ഇത് ഞങ്ങളുടെ കൊയറിന്റെ യൂണിഫോമാ, ഈ വെള്ള സാരി. എന്നാലും മകളെ, നീ ഞങ്ങളെ വല്ലാതെ പേടിപ്പിച്ചല്ലോടി. ഇനി ഇവനെ കൊണ്ട് ഞാൻ എങ്ങനെ വീട്ടിലെത്തും? അല്പം വെള്ളം ഉണ്ടായിരുന്നത് മുഖത്ത് തളിച്ച് നോക്കാമായിരുന്നു. ചത്തിട്ടില്ലെന്ന് തോന്നുന്നു. ഏതായാലും യാത്രയിൽ അല്പം പേടിച്ചെങ്കിലും നീ ബോധം കെട്ട് ചത്തില്ലല്ലോ. അത് മതി. അച്ചായ, സമയം വെളുപ്പാങ്കാലമായി. ഇനിയും കിടന്നുറങ്ങാനൊന്നും സമയമില്ല. നമുക്കിവിടെ ഇരിക്കാം. കൊച്ചമ്മയെ വിളിച്ചുണർത്താനൊന്നും പോവണ്ട. നല്ല കളി. അവളെ വിളിച്ചുണർത്തണമെന്നോ? എന്നിട്ട് വേണം ആ നിയമസഭയിലെ അടി പോലെ ഇവിടെ നടക്കാൻ. എന്തായാലും എനിക്ക് ഉറക്കം വരുന്നു. അല്പം ഇവിടെ കിടന്ന് ഞാൻ ഒന്ന് മയങ്ങാൻ പോവുകയാണ്. നേരം ശരിക്ക് വെളുക്കട്ടെ. അല്ല, ഇവർ കഴിഞ്ഞ രാത്രി ഇതെവിടെ പോയി? ചുമ്മാതല്ല രാത്രി പട്ടിയുടെ നിർത്താതെയുള്ള കുര കേട്ടത്. ഇന്ന് ഞാൻ രണ്ടിനെയും ശരിയാക്കുന്നുണ്ട്. എടാ, എഴുതാടാ, എവിടെ പോയി ഈ കിളവനെയും കൊണ്ട്? എന്താടാ ഒരു ഒച്ചയും ബഹളമൊക്കെ വെക്കുന്നത്? ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഈ മനുഷ്യനെ കൊണ്ട് രാത്രി കറങ്ങാൻ പോകരുതെന്ന്. ആ റാന്തൽ വിളക്ക് എടുത്ത് വൃത്തിയാക്കുന്നത് കണ്ടപ്പോ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. എന്താ വാടി രാവിലെ ബഹളം വെക്കുന്നത്?
പാവം, നിങ്ങളൊന്നും അറിഞ്ഞില്ല. ഈ രാത്രിയിൽ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് നിങ്ങൾ എവിടെ പോയതാ? എടി, ഒരു ഉത്സവം കാണാൻ പോയതിൽ എന്താ ഇത്ര തെറ്റ്? പിന്നെ നിങ്ങൾ ഇങ്ങനെ അങ്ങ് നടന്നു. വീട്ടിലെ ഒരു കാര്യവും അറിയണ്ട. ഇന്നലെ രാത്രി നമ്മുടെ അലക്സ് മോൻ ഫിലഡൽഫിയയിൽ നിന്ന് വിളിച്ചിരുന്നു. അവനും ഭാര്യയും കൊച്ചും കൂടി നാളെ രാവിലെ ഇങ്ങെത്തും. നെടുമ്പാശ്ശേരി കാർ പറഞ്ഞു വിടണം. അതൊക്കെ പറഞ്ഞു വിടാ. ഏതായാലും ഉറക്ക വിളിച്ചതല്ലേ, ഒന്ന് കുളിച്ചു കളയാ. ഹലോ ഹലോ ഹലോ, കുഞ്ഞില്ലാമ സ്പീക്കിംഗ്. ഹലോ മമ്മി, ഇത് ഞാനാ, അലക്സ് മോൻ. പപ്പ ഉണ്ടോ അവിടെ? ഓ, നിന്റെ കാര്യം പറഞ്ഞ് ഞങ്ങൾ നാക്ക് വായിലിട്ടതേ ഉള്ളൂ. ഇതാ ഞാൻ ഇപ്പോൾ ഫോൺ അച്ചായന്റെ കയ്യിൽ കൊടുക്കാം. അച്ചായ, അച്ചായ, ദേ മോൻ വിളിക്കുന്നു. ഇതാ വരുന്നു. ഹലോ ഹലോ മോൻ, എന്തൊക്കെയുണ്ട് മോനെ വിശേഷങ്ങൾ? നീ എപ്പോൾ എയർപോർട്ടിലെത്തും? ഞാൻ നമ്മുടെ കാർഡ് പറഞ്ഞു വിടാം. ഞങ്ങൾ നാളെ രാവിലെ 9 മണിക്ക് നെടുമ്പാശ്ശേരിയിലെത്തും. എങ്കിൽ ശരി ശരി, ഇനിയും നാളെ നേരിൽ കാണാം മോനെ. ഓക്കെ ഓക്കെ, ബൈ. എടാ ഉമ്മച്ച, ഉമ്മച്ച, ഇവൻ എവിടെ പോയി കിടക്കുന്നു? ഓ, എന്താ കൊച്ചമ്മ, ഒന്ന് കറി വെക്കാൻ പോലും സമ്മതിക്കത്തില്ലല്ലോ. എടാ, നാളെ നമുക്ക് കുറച്ച് ഇറച്ചി വാങ്ങിക്കണം. എന്താ കൊച്ചമ്മേ, നാളെ പട്ടിയോ വല്ലതും വാങ്ങിക്കുന്നുണ്ടോ? പതിവില്ലാതെ ഇറച്ചി വാങ്ങിക്കൽ. അത് തന്നെയുമല്ല, പശുവിൻ്റെയും കാളയുടെയും ഇറച്ചി വാങ്ങിച്ചാൽ നമ്മൾ അകത്താവും. അതും ഇത് പറയാതെടാ. നാളെ അലക്സ് മോൻ അമേരിക്കയിൽ നിന്ന് വരുന്നു. അവന് കറി ഉണ്ടാക്കി കൊടുക്കാനാ. ആ, നമ്മുടെ അലക്സ് മോൻ നാളെ വരുന്നു. അപ്പോൾ ഞാൻ എയർപോർട്ടിൽ പോയിക്കോളാം. അതിനൊന്നും നിനക്ക് സമയമില്ല. ഇവിടെ നല്ലവണ്ണം ഈ വീടും പരിസരവും ഒക്കെ ഒന്ന് വൃത്തിയാക്കണം. ഹായ് പപ്പ. മമ്മി എവിടെ? ഹായ് പപ്പ. ഹായ് മമ്മി. ഉമ്മച്ച, എന്തുണ്ട് വിശേഷം? How are you? How old are you? How old are you? Okay, okay. Oh, mommy, you look beautiful. ഇവൾ വന്നു കയറിയില്ല, അതിനു മുമ്പ് ഇംഗ്ലീഷ് തുടങ്ങി. Hi, ഉമ്മച്ച. വല്ലതും പറഞ്ഞോ? ഏയ് ഒന്നുമില്ല. ഗ്യാസിന്റെ അസുഖം ഇടയ്ക്കുണ്ട്. അതിന് വല്ല ഗുളികയും കൊണ്ടുവന്നോ എന്ന് ചോദിച്ചതാണ്. രൂപി മോളെ, എന്തൊക്കെയുണ്ട് മോളെ വിശേഷം? നിങ്ങളെ ഞങ്ങൾ നോക്കിയിരിക്കുകയായിരുന്നു. Oh, mommy, നെടുമ്പാശ്ശേരിയിൽ നിന്നുള്ള യാത്ര very horrible. Very, very dirty place. എന്റെ കൊച്ചുമോനെ, എന്തൊക്കെയുണ്ടടാ വിശേഷം? നിന്നെ കാണാൻ ഞങ്ങൾ കൊതിച്ചിരിക്കുവായിരുന്നു. നിന്റെ പഠിത്തമൊക്കെ എങ്ങനെയുണ്ട് മോനെ? നീ ആകെ അങ്ങ് മെലിഞ്ഞു പോയല്ലോടാ. Grandmammy, everything is fine. ഇവിടെ ഭയങ്കര ചൂടാ, AC ഒന്നും ഇല്ലേ? ഇങ്ങനെയാണെങ്കിൽ I want to go back to US very soon. എടി, അവർ വിശ്രമിക്കട്ടെ. യാത്ര ക്ഷീണിച്ചു വന്നതല്ലേ, ചൂടുവെള്ളമൊക്കെ ഒന്ന് ഉണ്ടാക്കിക്കൂടെ. അവർ കുളിക്കട്ടെ. അയ്യോ, ഇവിടെ ഹീറ്റർ ഒന്നുമില്ലേ? മോളെ, ഞങ്ങൾ ചൂട്ട് കത്തിച്ചാ മോളെ വെള്ളം ചൂടാക്കുന്നത്. Disgusting. മോനെ, പിന്നെ എന്തുണ്ടടാ അവിടെ വിശേഷമൊക്കെ?
നിങ്ങൾ ഇനി എന്നാ തിരികെ പോകുന്നത്? ഡിയർ പപ്പ, മമ്മി, എനിക്ക് എത്രയും പെട്ടെന്ന് തിരികെ പോകണം. ഞാനിവിടെ കുറച്ച് അറേഞ്ച്മെന്റ്സ് നടത്തിയിട്ട് പോകണമെന്ന് വിചാരിക്കുന്നു. മോനെ, നമ്മുടെ വീടൊക്കെ ഒന്ന് പുതുക്കണം, പെയിന്റൊക്കെ ഒന്ന് അടിക്കണം, പിന്നെ ഈ ചുറ്റുമതിലും ഒക്കെ ഒന്ന് കെട്ടണം. അങ്ങനെ ആകെ ഒരു പുതുമ നടത്തണം. മമ്മി, അതിനൊന്നും എനിക്ക് സമയമില്ല. ഞാൻ ചിലത് അറേഞ്ച് ചെയ്തിട്ട് പോകണമെന്ന് വിചാരിക്കുന്നു. കുറച്ച് നേരമായി അവന്റെ ഒരു അറേഞ്ച്മെന്റ് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞു തുലക്കരുത്. ഉമ്മച്ചൻ ചേട്ടാ വല്ലതും പറഞ്ഞോ? ചേട്ടയല്ല മോനെ, ഉമ്മച്ചൻ ചേട്ടൻ. അത് മോനെ, ഞാൻ പറയുകയായിരുന്നു, ഇവിടെ നമുക്ക് ഇത്തിരി പടവലം കൃഷി ഒന്ന് നടണമെന്ന്. പടവലം? ഉമ്മച്ച, നീ അതുകൊണ്ടും പറഞ്ഞ് സമയം കളയാതെ ഊണിനുള്ള കാര്യം നോക്കാം. പപ്പ, ഞാൻ മുഖവരില്ലാതെ കാര്യം പറയാൻ പോവുകയാണ്. പറ മോനെ, എന്താ നിനക്ക് എന്നോട് പറയാനുള്ളത്? പപ്പ, ഞാൻ ഈ വീടും സ്ഥലവും വിൽക്കാൻ തീരുമാനിച്ചു. അതിനുള്ള ഏർപ്പാടും ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. മകനെ, നീ എന്താ ഈ പറയുന്നത്? അതെ, ആ തീരുമാനം എത്രയും പെട്ടെന്ന് നടത്തിയിട്ട് വേണം ഞങ്ങൾക്ക് പോവാൻ. മകനെ, ഈ വീടും പരിസരവും ഞങ്ങൾ എങ്ങനെ ഉപേക്ഷിക്കും? ഞങ്ങളുടെ ആരോഗ്യമുള്ള സമയത്ത് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാ ഇതെല്ലാം. അത് തന്നെയുമല്ല, അത് കഴിഞ്ഞ് ഞങ്ങൾ എവിടെ പോയി താമസിക്കും? അതൊക്കെ ഞാൻ ശരിയാക്കി തരാം. ഹലോ, യെസ്, ഞാൻ ഓണറാണ്. അതെ മിസ്റ്റർ പോത്തൻ, ആ പാലം കഴിഞ്ഞ് ഇടത്തോട്ട് തിരിഞ്ഞ് ആ വഴിയിൽ കൂടി വന്നാൽ കളപ്പുരയ്ക്കൽ തോമാച്ചിന്റെ വീട് ആരും കാണിച്ചു തരും. ഞാൻ എവിടെയുണ്ട്, പെട്ടെന്ന് വരണം. ആരാണ് മോനെ? മമ്മി, ഈ വീടും സ്ഥലവും വാങ്ങാൻ വരുന്നയാളാണ്. നിങ്ങൾ എതിരൊന്നും പറയരുത്. എടീ കുഞ്ഞന്നാമേ, എല്ലാം പോയടി. നമുക്കെല്ലാം ഉണ്ടായിരുന്നു. വീടിന് വീട്, സ്ഥലത്തിന് സ്ഥലം, സ്വത്തിന് സ്വത്ത്, കാശിന് കാശ്, എല്ലാം പോയിടി. ഇനി ശിഷ്ടകാലം എന്ത് ചെയ്യും ദൈവമേ? എന്നാലും എന്റെ അച്ചായ, അവൻ നമ്മളോട് ഇങ്ങനെ ചെയ്തല്ലോ. ഇതാണ് സാറേ ഞങ്ങളുടെ വീട്, ഈ സ്ഥലങ്ങളും എല്ലാം. അപ്പോൾ ഉദ്ദേശം ഇത് ഒരു എത്ര സെന്റ് സ്ഥലം വരും? 1 ഏക്കർ സ്ഥലവും പഴയ തറവാട് വീടും. എനിക്ക് ഈ വീട് സ്ഥലവും എല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷേ ഒരു ലോറി കയറി വരാൻ തക്ക റോഡ് സൗകര്യം ഇല്ലല്ലോ. അല്ല, താങ്കൾ വീട് വാങ്ങിക്കാൻ വന്നോ അതോ തടി വെട്ടിക്കൊണ്ട് പോകാൻ വന്നതോ? മിസ്റ്റർ അലക്സ്, ബൈ ദ ബൈ, ഈ കിഴവൻ നിങ്ങളുടെ ആരാ? അയ്യോ, അതെന്റെ ഫാദറാണ്. നിങ്ങൾ പറഞ്ഞ വിലയ്ക്കൊന്നും ഈ സ്ഥലവും വീടും ഇല്ല. കുറച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാമെങ്കിൽ വിൽപ്പന നടക്കും. അല്ലെങ്കിൽ ഓക്കെ, അതൊക്കെ നമുക്ക് ശരിയാക്കാം. പപ്പ, ഞാനും പോത്തൻ സാറും കൂടി ബാക്കിയുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാൻ പോകുന്നു. എടാ മകനെ, ഞങ്ങൾ എവിടെ പോകുമെന്ന് കൂടി
നീ ഒന്ന് പറഞ്ഞിട്ട് പോ. പപ്പ, മമ്മി, ക്ഷമിക്കണം. വേറെ ഒരു അറേഞ്ച്മെന്റ് ഇല്ലാത്തതിനാൽ നിങ്ങളെ ഞാൻ ഒരു ഓൾഡ് ഏജ് ഹോമിൽ ആക്കാൻ തീരുമാനിച്ചു. അവിടെ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഞാൻ അവർക്ക് രൂപ അയച്ചു കൊടുത്തോളാം. എനിവേ, നിങ്ങൾ റെഡി ആകണം. എടീ, എന്തെല്ലാം സ്വപ്നങ്ങളായിരുന്നു. വീട് പുതുക്കണം, മതിൽ കെട്ടണം, ചുറ്റുപാടുമൊക്കെ ഒന്ന് വൃത്തിയാക്കണം. ഒടുവിൽ അവൻ നമ്മളോട് ഇത് ചെയ്തല്ലോടി. എന്ത് പറയാനാ, എല്ലാം നിമിഷ നേരം കൊണ്ട് മാറിയില്ലേ. ഇനി അവന്റെ തീരുമാനത്തിന് മാറ്റം വരാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അച്ചായ, കൊച്ചമ്മ, എല്ലാം ഞാൻ കേട്ടു. സത്യത്തിൽ എനിക്ക് വളരെ വിഷമമുണ്ട്. എത്രയോ വർഷമായി ഞാൻ നിങ്ങളുടെ കൂടെ കഴിയുന്നു. ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ എന്നോട് പിണങ്ങരുത്. ചെറുപ്രായത്തിൽ മകനെ ദൈവശിക്ഷണത്തിൽ നിങ്ങൾ വളർത്തിയില്ല. സ്വന്തം ഇഷ്ടപ്രകാരം അവൻ വളർന്നു. ദൈവഭക്തി അവന് പകർന്നു നൽകിയില്ല. നിങ്ങൾ അവന് ആവശ്യത്തിലേറെ പണം നൽകി. ഇനിയും പറഞ്ഞിട്ട് എന്ത് പ്രയോജനം? എങ്കിലും ഇനിയും ദൈവത്തെ വിളിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കാൻ സമയമുണ്ട്. ദൈവത്താൽ അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. ഇനിയും ഇവിടെ തൂത്ത് വാരിട്ട് എന്ത് പ്രയോജനം? പൊന്നാര മകന്റെ പണി കണ്ടില്ലേ? എല്ലാം വിറ്റു മുടിച്ച് തന്തേനെയും തള്ളയെയും കൊണ്ട് അനാഥാലയത്തിലാക്കാൻ പോകുന്നു ദ്രോഹി. അങ്കിളെ, ഇവിടെ സ്വിമ്മിംഗ് പൂൾ ഒന്നും ഇല്ലേ? ഐ വാണ്ട് ടു സ്വിം. ഉണ്ടല്ലോ, അടുക്കള 2 തേങ്ങാപ്പൂൾ ഇരിപ്പുണ്ട്. എന്താ 2 കഷ്ണം കൊണ്ടു തരട്ടെ? അതല്ല അങ്കിൾ, ഐ വാണ്ട് ടു ജംപ് ആൻഡ് സ്വിം. എനിക്ക് കുളിക്കണം. ഉണ്ടല്ലോ മോനെ, ആ പാടത്തിന്റെ അപ്പുറത്തെ ചേറ് പിടിച്ചു കിടക്കുന്ന ഒരു തോടുണ്ട്. ആ തോട്ടിൽ പോയി ചാടിക്കോ. സോപ്പ് തേക്കേണ്ട ആവശ്യം വരത്തില്ല. അങ്കിൾ, ഐ യു മേക്കിംഗ് ഫൺ ഓഫ് മീ? അതെന്താടാ? എന്താ താങ്കൾ മുൻപിവിടെ വന്ന് വീട് വാങ്ങിക്കണമെന്ന് പറഞ്ഞ് പോയ ആളല്ലേ വീണ്ടും? അതെ, എനിക്ക് കുറച്ചുകൂടി വിശദമായി ഈ വീടും പരിസരവും ഒന്ന് കാണണം. ആഹാ, ഏതായാലും അച്ചായനോട് ഇല്ലാത്ത ഭാഗ്യം. നിങ്ങൾ കണ്ടു, ഞാനിത് വാങ്ങിച്ചു കഴിയുമ്പോൾ ഈ വീടും പരിസരവും ഞാൻ ഒരു റിസോർട്ടാക്കി മാറ്റും. നിങ്ങൾ ആ നട്ടിരിക്കുന്ന ചൊറിയൻ ചേമ്പ് കൃഷിയുടെ ഭാഗത്ത് ഞാനൊരു താമരക്കുളവും പണിയും. ഇത് വല്ല നടക്കുന്ന സംഗതിയാണോ? നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ത്യ കിളവൻ അയാളാണ് ഈ സ്ഥല വിൽപ്പനയ്ക്ക് തടസ്സം നിൽക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, അദ്ദേഹത്തിന്റെ വിയർപ്പിന്റെ വിലയാണ് ഈ സ്ഥലം. എങ്കിലും ഈ സ്ഥലം എന്തു വില കൊടുത്ത് ഞാൻ സ്വന്തമാക്കും. അതെ, പിന്നെ ഈ വീടിന്റെ മുകളിലോട്ട് കയറാൻ സ്റ്റെയർ കേസ് വല്ലതും ഉണ്ടോ? ഇയാളേത് കോത്താഴത്തുകാരനാ? ഓടിട്ട വീടിന്റെ മുകളിൽ കയറാൻ സ്റ്റെയർ കേസ്? ആട്ടെ, താങ്കൾ ഈ വീട് വാങ്ങിക്കാമെന്നോ അതോ ഓട് പൊളിക്കാമെന്നതോ? ഇവനൊന്നും വിവരമില്ല. ഞാൻ പോകുന്നു, പിന്നീട് വന്നോളാം. എന്താടാ ഇവിടെ ഒരു ബഹളം? ഒന്നുമില്ലേ? Grandpa, why are you so sad? പണ്ടത്തെ പോലെ കഥ എന്താ ഒന്നും പറയാത്തെ? ഓ, എന്ത് കഥ മോനെ?
എല്ലാം തീർന്നില്ലേ? അവനെ നിനക്കറിയാമോ, ഇവിടുത്തെ ആ കാണുന്ന മനോഹരമായ നെൽപ്പാടം, ആ മലയിൽ നിന്ന് ഒലിച്ചു വരുന്ന ആ വെള്ളച്ചാട്ടം, മോനെ, ഒക്കെ മനോഹരമായിരുന്നു. ഇന്ന് അതെല്ലാം എന്നെ നോക്കി ചിരിക്കുന്നത് പോലെ തോന്നുന്നു. ഗ്രാൻഡ്പ, എനിക്ക് ഈ വില്ലേജ് ശരിക്കും ഇഷ്ടമാണ്. ഐ റിയലി ലൈക്ക് ദിസ് പ്ലേസ്. എങ്കിൽ മോനെ, നിന്നെ ഞാൻ ആ വെള്ളച്ചാട്ടവും ഒക്കെ കാണിക്കാൻ കൊണ്ടുപോകാം. ശരി, ലെറ്റ്സ് ഗോ. ഇറ്റ്സ് വെരി നൈസ്. Mommy, actually നിങ്ങൾ എത്ര വർഷമായി ഇവിടെ താമസിക്കുന്നു? ഈ വില്ലേജ് ഏരിയ നിങ്ങളെ ബോറടിപ്പിക്കാറില്ലേ? മോളെ, അലക്സ് കുട്ടിക്ക് 2 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നതാണ്. ഞങ്ങൾ കഷ്ടപ്പെട്ട് സ്വന്തമായി പണി ചെയ്തുണ്ടാക്കിയതാ മോളെ ഈ സ്വത്ത് മുഴുവൻ. പക്ഷെ എനിക്ക് വില്ലേജ് ഏരിയ ഒട്ടും ഇഷ്ടമല്ല. By the way, അമ്മച്ചി, നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോയാലോ? ആ മോളെ, നാളെ നമുക്ക് ഇവിടത്തെ ഇടവ് പള്ളിയിൽ പോകാം. അമേരിക്കയിൽ നിന്ന് വന്ന എന്റെ മരുമകളെ 10 പേരൊന്ന് കാണട്ടെ. മാമി, ഈ പള്ളി പോകുന്നെന്ന് പറഞ്ഞ വലിയ ബോറടിയാണ്. നല്ല തിയേറ്റർ വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ പോകാം. അലക്സിനും അതാണ് ഇഷ്ടം. ഇവിടെ നല്ല തിയേറ്റർ വല്ലതും ഉണ്ടോ? മോളെ, ഈ തിയേറ്റർ ഒന്ന് കേൾക്കുമ്പോ എനിക്ക് പേടിയാ. ഓപ്പറേഷൻ തിയേറ്ററിനെ കുറിച്ചാ ഓർമ്മ വരുന്നത്. അതുകൊണ്ട് തിയേറ്ററിലൊന്നും പോവണ്ട. ഈ മമ്മിയെ കൊണ്ട് ഞാൻ തോറ്റു. ഞങ്ങൾ സ്റ്റേറ്റ്സിൽ എല്ലാം ആഴ്ച മൂവി കാണാൻ പോകും. പള്ളിയിലൊന്നും പോകാറില്ല. അതൊക്കെ ചുമ്മാ സമയം കളയുന്ന പരിപാടിയാ. ആ മോളെ, പിന്നെ ഒരു കാര്യം നിന്നോട് ചോദിക്കാനിരിക്കുവായിരുന്നു. നീ അറിഞ്ഞോ, അലക്സ് കുട്ടി ഈ വീടും പറമ്പും വിൽക്കാൻ തീരുമാനിച്ച വിവരം? അത് നേരാണോ മോളെ? ഓ യെസ് യെസ്, അത് ഞങ്ങൾ അവിടെ വെച്ച് തന്നെ പ്ലാൻ ചെയ്തതാ. എന്റെ പൊന്നു മോളെ, നീ അവനോടൊന്ന് പറയണം, ഇത് വിൽക്കരുതെന്ന്. മമ്മി, അലക്സിന്റെ ഓരോ കാര്യത്തിലും ഞാൻ ഇടപെടാറില്ല. അതുപോലെ അലക്സ് എന്റെ കാര്യത്തിലും. എന്നാലും എന്റെ മോളെ, എനിക്ക് എക്സസൈസ് ചെയ്യാൻ സമയമായി. അല്ലെങ്കിൽ അവധിക്ക് വന്നിട്ട് തടി വെക്കും. ആ ജോർജ് കുട്ടി, വാ വാ, ഇരുന്നാട്ട്. അച്ഛാ, എന്തൊക്കെയുണ്ട് വിശേഷം? ജോർജ് കുട്ടി, ഞങ്ങൾ വല്ലാത്ത ഒരു പ്രതിസന്ധിയിൽ കൂടി കടന്നുപോയാണ്. അച്ഛാ, വിവരമൊക്കെ ഞാൻ അറിഞ്ഞു. നിങ്ങളുടെ ഈ സാഹചര്യത്തിൽ ഒരു വിടുതൽ ലഭിക്കുന്നതിനായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ ജോർജ് കുട്ടി, എല്ലാം എന്റെ തെറ്റ്. ക്രമമായി പള്ളിയിൽ പോവുകയോ കൂട്ടായ്മയ്ക്ക് പോവുകയോ ഒന്നും ചെയ്യാറില്ല. എന്തിനു പറയുന്നു, ഒരു കുടുംബ പ്രാർത്ഥന പോലും ഞങ്ങളുടെ വീട്ടിൽ ഞാൻ നടത്താറില്ല. എൻ്റെ സ്വന്തം കഴിവിലും മിടുക്കലും ഞാൻ ആശ്രയിച്ചു. ദൈവത്തെ പോലും മറന്ന് ജീവിച്ചു. അച്ചായ, ഇത് മനുഷ്യ സഹജമാണ്. അച്ചായൻ വിഷമിക്കാതെ നിങ്ങൾ അച്ചായനും കൊച്ചമ്മയും ചേർന്ന് മകന്റെ മനമാറ്റത്തിനായി പ്രത്യേകം മുട്ടിപ്പോയി പ്രാർത്ഥിക്കുക. ദൈവം തീർച്ചയായും പ്രാർത്ഥന കേൾക്കും. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ അച്ഛാ, എനിക്ക് ഉടനെ കൊമ്പാടി വരെ ഒന്ന് പോകണം. അവിടെ ഒരു മീറ്റിംഗ് ഉണ്ട്. എങ്കിലും എൻ്റെ ജോർജ് കുട്ടി, ഞങ്ങളുടെ ഈ വിഷമസ്ഥിതിയിൽ ഞങ്ങളെ വന്ന് കാണുവാനും ഒക്കെ നിനക്ക് മനസ്സ് തോന്നിയല്ലോ, വളരെ നന്ദിയുണ്ട്. ഹലോ, ആരാണ്? അതെ, തോമാച്ചൻ ഇവിടാണ്. എന്ത്? എപ്പോൾ? ഏതാശുപത്രി? മെഡിക്കൽ കോളേജിലോ? ആണ് തട്ടിപ്പോയോ അതോ കോമായിലാണോ?
അച്ഛാ കൊച്ചമ്മേ ഒന്ന് ഓടി വന്നേ. അയ്യോ അയ്യോ അച്ഛാ കൊച്ചമ്മേ. എന്താടാ ഒരു ബഹളം ഇവിടെ? അച്ഛാ കൊച്ചമ്മേ, നമ്മുടെ അരച്ചുകുട്ടി ഒരു ആക്സിഡന്റിൽ പെട്ട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. അയ്യോ അയ്യോ, എന്റെ മകൻ എന്നാ പറ്റി? ഉടനെ പോണം. Oh my God! What has happened to my husband? പാട്ട് കപ്പയല്ല, ഒന്ന് ഒരുങ്ങിക്കുകയല്ലായിരുന്നു. അല്ല, ഇന്നലെ 4 കുപ്പി ഗ്ലൂക്കോസ് കൊണ്ടുവന്നതാണല്ലോ. ഇത്രയും പെട്ടെന്ന് 4ഉം തീർന്നോ? എടി, നീ ആ കുപ്പി എങ്ങാനും കണ്ടോ? അതെന്റെ സിസ്റ്ററെ, ആ അമേരിക്കക്കാരൻ 3 കുപ്പി ഗ്ലൂക്കോസും ഇന്നലെ രാത്രി തന്നെ അച്ചാർ കൂട്ടി എടുത്തു കുടിച്ചു. ഇനി IV കൊടുത്തിട്ട് ഒരു കാര്യമില്ല. എന്തായാലും നിന്നെ രാത്രി ഇവിടെ ഇയാളെ ഏൽപ്പിച്ചിട്ട് പോയിട്ട് ഒരു പ്രയോജനവും ഇല്ലല്ലോ. സിസ്റ്ററെ, അയാൾ കിടന്ന് സുഖമായി ഉറങ്ങി. അതുകൊണ്ട് എനിക്കും ഒന്ന് തല ചോയ്ക്കാൻ പറ്റി. പിന്നെ എന്തോ പിച്ചും പേയും പറയുന്നുണ്ടായിരുന്നു, പെഗ് വേണമെന്നോ എന്നൊക്കെയോ. അയ്യോ അലസുമോനെ, അലസുമോനെ ഇത് പറ്റി. അലസുമോനെ ഇതൊന്നും പറ്റി. അയ്യോ അലസുമോനെ. മകനെ, നിനക്ക് എന്ത് പറ്റിയടാ? ഒന്ന് പറ. അലക്സ്, എന്താ പറ്റിയ അലക്സ്? നിങ്ങൾ ഇവിടെ കിടന്നിങ്ങനെ ബഹളം വെക്കരുത്. മറ്റുള്ള രോഗികൾ ശബ്ദം കേട്ട് ഇറങ്ങി ഓടും. അത് ശബ്ദം കേട്ടല്ല, ഇവിടുത്തെ ഡിസ്ചാർജ് ബില്ല് കണ്ടിട്ടാണ് ആൾക്കാർ ഓടുന്നത് സിസ്റ്ററെ. നിങ്ങളൊന്ന് ശബ്ദം ഉണ്ടാക്കാതെ അടങ്ങിയിരിക്കെ. കണ്ടെ, ഡോക്ടർ വരുന്നുണ്ട്. ആരാണ് അലക്സിന്റെ ഫാദർ? ഞാനാണ് ഡോക്ടർ. ഞങ്ങളുടെ മകൻ വല്ലതും പേടിക്കണ്ട, വലിയൊരു അപകടത്തിൽ നിന്നും നിങ്ങളുടെ മകൻ രക്ഷപ്പെടും. ഒരു പക്ഷേ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായി മകന് യാതൊരു കുഴപ്പവുമില്ല. കാലിന്റെ എല്ലിന് അല്പം പൊട്ടലും വിശ്രമം ആവശ്യമാണ്. ഡോക്ടർ, ഞങ്ങളുടെ മകനെ രക്ഷിക്കണം. ഞങ്ങൾക്ക് ആകപ്പാടെ ഒരു മകനേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ മകന് യാതൊരു കുഴപ്പവുമില്ല. സിസ്റ്ററെ, പിന്നെ ഞാൻ പ്രിസ്ക്രൈബ് ചെയ്ത മെഡിസിൻ എല്ലാം കൊടുക്കുക. 2 ദിവസം കഴിഞ്ഞ് നമുക്ക് ഇയാളെ ഡിസ്ചാർജ് ചെയ്യും. എടാ മോനെ, ഈ കാണുന്നതൊന്നും നീ അമേരിക്കയിൽ പോയി സമ്പാദിച്ചതല്ല. എന്റെ നല്ല പ്രായത്തിൽ ടിബറ്റന്റെ ബോർഡറിൽ രക്തം കട്ടിയാക്കുന്ന തണുപ്പത്ത് വിശക്കുമ്പോൾ തുണി മുറുക്കി ഉടുത്ത് സമ്പാദിച്ചതാ. നിനക്കറിയാമോ, എനിക്ക് കുടുംബസ്വത്തായിട്ട് എന്റെ അപ്പൻ തന്നതൊന്നും അല്ലിത്. അനാഥാലയത്തിൽ പൈസ കൊടുക്കാമെന്ന് പോലും അല്ല. ആർക്ക് വേണം നിന്റെ പൈസ? ആർക്ക് വേണം നിന്റെ പൈസ? വേണ്ട വേണ്ട, ഒന്നും വേണ്ട എനിക്ക്. എല്ലാം എടുത്തോ, എല്ലാം എടുത്തോ, ഞങ്ങൾ ഇറങ്ങിത്തരാം. വാടി, നമുക്ക് പോകാം. പപ്പ, മമ്മി, എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. ഞാൻ നിങ്ങളോടും സ്വർഗത്തോടും പാപം ചെയ്തു. നിങ്ങളെ ഞാൻ വേദനിപ്പിച്ചു. കൈ വിട്ടു കളയേണ്ടതല്ല ഈ കൈ. കാരണം ഞാൻ ആദ്യം ചിരിച്ചത് എന്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ ആദ്യം നടക്കാൻ പഠിച്ചത് എന്റെ പപ്പയുടെ ഈ കൈകൾ പിടിച്ചാണ്. നിങ്ങൾ കൊണ്ട വെയിലാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന തണലിന്റെ സുഖം. അതുകൊണ്ട് തന്നെ എന്റെ പപ്പായ്ക്കും അമ്മയ്ക്കും ഇടം എന്റെ ഹൃദയത്തിലാണ്.
മനസ്സാരെ